നമസ്കാരം. പ്രവാസ ലോകത്തെ വാർത്തകളുമായി ഗൾഫ് ടുഡേ ആരംഭിക്കുകയാണ്. പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ അമൃത പണിക്കാൽ. നോക്കാം വാർത്തകൾ വിശദമായി. റമദാനിൽ ഗൾഫ് മേഖലയിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള യാത്രക്കാർക്ക് ടിക്കറ്റ് നിരക്കിൽ ഇളവ് പ്രഖ്യാപിച്ച് എയർ ഇന്ത്യ എക്സ്പ്രസ്. മാർച്ച് 1 വരെ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നവർക്കാണ് ഓഫർ. ചെക്ക് ബാഗേജ് ഇല്ലാത്ത ലൈറ്റ് ടിക്കറ്റുകളാണ് ഓഫർ നിരക്കിൽ ലഭ്യമാക്കുന്നത്. പേ ഡേ സെയിൽ എന്ന പേരിലാണ് റമദാൻ മാസത്തിൽ പുതിയ ഓഫർ എയർ ഇന്ത്യ എക്സ്പ്രസ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. യുഎഇയിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള യാത്രയ്ക്ക് 323 ദിർഹം മുതൽ വൺ വേ ലൈറ്റ് ടിക്കറ്റുകൾ ലഭ്യമാണ്. ഷാർജ സൂറത്ത് റൂട്ടിലാണ് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ടിക്കറ്റ് നൽകുന്നത്. മാർച്ച് 1 വരെ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുന്നവർക്കാകും ഈ ആനുകൂല്യം ലഭ്യമാവുക. മാർച്ച് 3 മുതൽ ഒക്ടോബർ 8 വരെ ഈ ടിക്കറ്റുകൾ ഉപയോഗിച്ച് യാത്ര ചെയ്യാനാകും. എയർലൈൻ്റെ വെബ്സൈറ്റ്, മൊബൈൽ ആപ്പ്, മറ്റ് ബുക്കിംഗ് ചാനലുകൾ വഴി ലൈറ്റ് ടിക്കറ്റുകൾ സ്വന്തമാക്കാമെന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് അറിയിച്ചു. മറ്റ് ആഭ്യന്തര അന്തർദേശീയ റൂട്ടുകളിൽ പ്രതിമാസ പേ ഡേ സെയിൽ ആരംഭിച്ചതായും എയർലൈൻ വ്യക്തമാക്കി. മസ്കറ്റ് മുംബൈ റൂട്ടിൽ 22.8 ഒമാനി റിയാലിനാണ് ലൈറ്റ് ടിക്കറ്റുകൾ ലഭിക്കുന്നത്. ബഹ്റൈൻ കോഴിക്കോട് റൂട്ടിൽ 47 ബഹ്റൈൻ ദിനാറാണ് ടിക്കറ്റ് നിരക്ക്. ദോഹ കൊച്ചി റൂട്ടിൽ 468 ഖത്തർ റിയാലിനും ടിക്കറ്റ് ലഭ്യമാകുന്നുണ്ട്. കുവൈറ്റ് ബംഗളൂരു റൂട്ടിൽ 28 ദിനാർ, ദമാം ദില്ലി യാത്രയ്ക്ക് 268 സൗദി റിയാൽ എന്നിങ്ങനെയാണ് മറ്റ് ടിക്കറ്റ് നിരക്കുകൾ. പരിമിത കാലത്തേക്ക് മാത്രമാണ് ഈ ഓഫർ ഉള്ളത്. ടിക്കറ്റുകൾ മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ യാത്രക്കാർ ശ്രമിക്കണമെന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് അറിയിച്ചു. 24 ദുബായ്. സൗദി അറേബ്യയിൽ ഉംറ തീർത്ഥാടകർ സഞ്ചരിച്ച ബസ് മറിഞ്ഞ് 2 മലയാളികൾ മരിച്ചു. റിയാദിന് സമീപം ഹൂതാബനി തമീമിൽ നിന്ന് ഉംറയ്ക്ക് തിരിച്ച സംഘമാണ് അപകടത്തിൽപ്പെട്ടത്. പത്തനാപുരം സ്വദേശിനി ഷീബ, സംഘത്തിന്റെ അമീറും നിലമ്പൂർ സ്വദേശിനിയുമായ ഇസ്മായിൽ എന്നിവരാണ് മരിച്ച മലയാളികൾ. ഇന്ന് ഉച്ചയ്ക്ക് 1:30 ദാരുണമായ അപകടം. 50 തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന ബസ് യാത്ര തുടങ്ങി 500 കിലോമീറ്റർ അകലെ മഹ്ലൂമിയ എന്ന സ്ഥലത്തെത്തിയപ്പോഴാണ് അപകടത്തിൽപ്പെട്ടത്. ബസിന്റെ പിൻവശത്തെ 2 ടയറുകൾ ഒരേ സമയം പൊട്ടിത്തെറിച്ചതോടെ നിയന്ത്രണം വിട്ട ബസ് എതിർദിശയിലുള്ള റോഡിലേക്ക് മറിയുകയായിരുന്നു. ബസിന്റെ മുകൾ ഭാഗം തകരുകയും ആ വിടവിലൂടെ പുറത്തേക്ക് തെറിച്ചു വീണാണ് ഷീബയും ഇസ്മായിലും സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചത്. മരിച്ച ഷീബ വർഷങ്ങളായി ഭർത്താവിനൊപ്പം ഹൂതാബനി തമീമിൽ താമസിച്ചു വരികയായിരുന്നു. അപകടത്തിൽ 18 പേർക്ക് പരിക്കേറ്റു. ഇതിൽ 8 പേർ മലയാളികളാണ്. പരിക്കേറ്റവരെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. ഇതിൽ വയനാട് വെള്ളമുണ്ട സ്വദേശി ഹാരിസിന്റെ നില ഗുരുതരമാണ്. യാത്രയ്ക്കിടെ ബസിന്റെ ബ്രേക്കിന് തകരാർ കണ്ടതിനെ തുടർന്ന് വർക്ക്ഷോപ്പിൽ കാണിച്ച് പരിഹരിച്ച ശേഷമാണ് യാത്ര തുടർന്നത്. GCC രാജ്യങ്ങളിൽ രജിസ്റ്റർ ചെയ്ത വാഹനങ്ങൾ സൗദി അറേബ്യയിൽ തുടരുന്നതിന് സൗദി മന്ത്രിസഭ പുതിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. ഇനി മുതൽ 1 വർഷത്തിനിടെ പരമാവധി 90 ദിവസം മാത്രമേ ഇത്തരം വാഹനങ്ങൾ രാജ്യത്ത് ഉപയോഗിക്കാൻ അനുവാദമുള്ളൂ. നിയമം ലംഘിക്കുന്നവർക്കെതിരെ ട്രാഫിക് നിയമപ്രകാരം കടുത്ത നടപടിയുണ്ടാകുമെന്നും അധികൃതർ അറിയിച്ചു. ഇതര ഗൾഫ് രാജ്യങ്ങളിലെ നമ്പർ പ്ലേറ്റുള്ള വാഹനങ്ങൾ സൗദിയിൽ ദീർഘകാലം നിയമവിരുദ്ധമായി ഉപയോഗിക്കുന്നത് തടയുന്നതിനാണ് പുതിയ നീക്കം. സൗദി പൌരന്മാരോ രാജ്യത്തെ താമസക്കാരോ ഉപയോഗിക്കുന്ന GCC വാഹനങ്ങൾക്ക് ഈ നിയന്ത്രണം ബാധകമാണ്. 1 വർഷത്തിനുള്ളിൽ ആകെ 90 ദിവസം മാത്രമേ വാഹനം സൗദിയിൽ സൂക്ഷിക്കാൻ പാടുള്ളൂ. ഒന്നിച്ചായാലും പല തവണകളായാലും 90 ദിവസത്തിൽ കൂടാൻ പാടില്ല. അതിർത്തി കടന്ന് വാഹനം എത്തുന്ന ദിവസം മുതൽ ഈ കാലാവധി കണക്കാക്കും. എന്നാൽ അംഗീകൃത റെന്റൽ കമ്പനികളിൽ നിന്ന് വാടകയ്ക്കെടുത്ത വാഹനങ്ങൾക്ക് ഈ നിയമത്തിൽ ഇളവുണ്ട്. 90 ദിവസത്തിൽ കൂടുതൽ വാഹനം ഉപയോഗിക്കേണ്ട സാഹചര്യമുണ്ടെങ്കിൽ കാലാവധി തീരുന്നതിനു മുമ്പ് തന്നെ ആഭ്യന്തര മന്ത്രാലയത്തിന് അപേക്ഷ നൽകണം. മന്ത്രാലയം അപേക്ഷ പരിശോധിച്ച ശേഷം പ്രത്യേക അനുമതി നൽകുകയാണെങ്കിൽ മാത്രമേ വാഹനം രാജ്യത്ത് തുടരാൻ പാടുള്ളൂ. കസ്റ്റംസ് വിഭാഗം ശേഖരിക്കുന്ന വാഹനങ്ങളുടെ വിവരങ്ങൾ ആഭ്യന്തര മന്ത്രാലയത്തിന് കൈമാറും. നിശ്ചിത കാലാവധി കഴിഞ്ഞും വാഹനം രാജ്യത്ത് തുടരുന്നത് ട്രാഫിക് നിയമലംഘനമായി കണക്കാക്കും. ഇത്തരക്കാർക്കെതിരെ ശിക്ഷാ നടപടികൾ സ്വീകരിക്കും. രാജ്യത്തെ ഗതാഗത ക്രമീകരണങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന്റെയും നിയമവിരുദ്ധ വാഹനങ്ങളുടെ ഉപയോഗം കുറയ്ക്കുന്നതിന്റെയും ഭാഗമായാണ് പുതിയ ചട്ടം. ജലീൽ കണ്ണമകലം, 24 ജിദ്ദ. ലിംഗസമത്വത്തിനും സ്ത്രീകളുടെ ഉന്നമനത്തിനും പ്രതിജ്ഞാബദ്ധമാണെന്ന് ഐക്യരാഷ്ട്രസഭ മനുഷ്യാവകാശ കൌൺസിലിൽ UAE. കുട്ടികൾക്കായി നടപ്പിലാക്കുന്ന പദ്ധതികൾ വിശദീകരിച്ചു. 2028-30 വർഷത്തിൽ മനുഷ്യാവകാശ കൌൺസിലിൽ അംഗത്വം പ്രതീക്ഷിക്കുന്നതായും UAE വ്യക്തമാക്കി. ഐക്യരാഷ്ട്രസഭ മനുഷ്യാവകാശ കൌൺസിലിന്റെ 61ാമത് സമ്മേളനത്തിലാണ് UAE അംബാസിഡറും UN-ലേക്കുള്ള പ്രതിനിധിയുമായ ജമാൽ അൽ മുഷാറഖ് UAE-യുടെ നയം ആവർത്തിച്ചത്. മനുഷ്യാവകാശങ്ങളെ സംരക്ഷിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനും ആവശ്യമായ എല്ലാ നീക്കങ്ങളും UAE നടത്തുന്നുണ്ട്. സ്ത്രീ ശാക്തീകരണം UAE-യുടെ പ്രഖ്യാപിത നയമാണ്. സ്ത്രീകളെ നേതൃനിരയിലേക്ക് കൊണ്ടുവരാൻ പല പദ്ധതികളും നടപ്പിലാക്കുന്നു.
പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസവും ദിശാബോധവും നൽകുന്നതിന് UAE മുൻപന്തിയിലാണെന്നും അദ്ദേഹം പറഞ്ഞു. മനുഷ്യാവകാശ സംരക്ഷണം എല്ലാ രാജ്യങ്ങളുടെയും ഉത്തരവാദിത്വമാണ്. പരസ്പര ബഹുമാനവും വിശ്വാസവും ചർച്ചകളും കൊണ്ട് രാജ്യങ്ങൾക്കിടയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാകുമെന്നും UAE അഭിപ്രായപ്പെട്ടു. ഗാസയ്ക്ക് നൽകുന്ന സഹായങ്ങളും UAE ചൂണ്ടിക്കാട്ടി. ബോർഡ് ഓഫ് പീസിന് 1.2 ബില്യൺ നൽകിയത് കൂടി കണക്കിലെടുത്താൽ ഗാസയ്ക്ക് കൂടുതൽ സഹായം നൽകിയ രാജ്യമായി UAE മാറും. വിവിധ സംഘർഷങ്ങൾ തടയാൻ ആവശ്യമായ നീക്കങ്ങൾ എപ്പോഴും നടത്താറുണ്ടെന്നും UAE വിശദീകരിച്ചു. 24 ദുബായ്. സൗദി അറേബ്യയുടെ സാംസ്കാരിക തലസ്ഥാനമായ ജിദ്ദയിലെ അൽ ബലദിലൂടെ സഞ്ചരിക്കുമ്പോൾ ഓരോ ചുവടിലും നമുക്ക് ഇന്ത്യയുടെ ഗന്ധം അനുഭവിക്കാനാകും. നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ സമുദ്ര വ്യാപാരത്തിലൂടെയും തീർത്ഥാടനത്തിലൂടെയും ഇന്ത്യയുമായി ഉണ്ടായിരുന്ന ആഴത്തിലുള്ള ബന്ധമാണ് ഇവിടെയുള്ള ഓരോ ശിലയും പറയുന്നത്. ഇന്ത്യയുമായി അഭേദ്യമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ബലദിലെ ആ ചരിത്ര കാഴ്ചകളിലേക്ക്. ജിദ്ദയിലെ ബലദിലുള്ള ഈ ചരിത്ര നഗരിക്ക് ഇന്ത്യയുടെ വിയർപ്പിന്റെയും അധ്വാനത്തിന്റെയും വലിയൊരു കഥ പറയാനുണ്ട്. യുനെസ്കോ പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഈ പ്രദേശത്തെ കെട്ടിടങ്ങളിലും മരങ്ങളിലുമെല്ലാം ഇന്ത്യയുടെ ഗന്ധമുണ്ട്. പ്രധാന സന്ദർശന കേന്ദ്രങ്ങളിലൊന്നായ നൂർവാലി മന്ദിരമാണ് അതിലൊന്ന്. ഇന്ത്യയിലെ ഗുജറാത്തിൽ നിന്ന് ഹിജാസിലേക്ക് കുടിയേറിയ അബ്ദുൽ ഖാദർ നൂർവാലിയുടെ കുടുംബം പണിതുയർത്തിയ ഈ കെട്ടിടം അക്കാലത്തെ വാണിജ്യ പ്രതാപത്തിന്റെ സാക്ഷ്യപത്രമാണ്. ഈ ഭാഗത്തെ വീടുകളുടെയും അവയുടെ ഉടമസ്ഥരുടെയും ചരിത്രം അബ്ദുൽ ഖാദർ നൂർവാലി കൃത്യമായി രേഖപ്പെടുത്തിയിരുന്നു. യുനെസ്കോ പൈതൃക പട്ടികയിൽ ഇടം പിടിക്കുന്നതിൽ ഈ രേഖകൾ വലിയ പങ്ക് വഹിച്ചു. ബലദിലെ ഏറ്റവും പ്രശസ്തമായ നസീഫ് ഹൌസിന് മുന്നിലെത്തിയാൽ ഒരു വലിയ മരം കാണാം. കത്തുന്ന വെയിലിൽ തണലേകുന്ന ഈ വേപ്പ് മരം വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവന്ന് നട്ടുപിടിപ്പിച്ചതാണ്. But look at this tree. It's the actually a neem tree, as it's famous in India. The BO or the address of this house, the house in front of it, a tree. Imagine, there are no house in this city, in front of it a tree except this house. ബലദിലെ പുരാതന നിർമ്മിതികളിൽ ഉപയോഗിച്ചിരിക്കുന്ന തടികളിലേക്ക് ശ്രദ്ധിച്ചാൽ അവയിൽ പലതും ഇന്ത്യയിൽ നിന്ന് കടൽ കടന്നെത്തിയതാണെന്ന് കാണാം. പ്രശസ്തമായ ഷാഫി മസ്ജിദിലും പഴയ കെട്ടിടങ്ങളിലും ഉറപ്പോടെ നിൽക്കുന്ന തേക്കുതടികൾ മലബാറിൽ നിന്നും മറ്റും കപ്പൽ വഴി എത്തിയതാണ്. The doors, for example, if you see the doors and the columns are given as a gift by an Indian female merchant who came for Hajj and gave it as a gift. You see the Indian flower on it and the Indian carving and design art. This is from India. കടൽ മാർഗം ഹജ്ജിനെത്തിയിരുന്ന ഇന്ത്യൻ തീർത്ഥാടകർ കപ്പലിറങ്ങി തമ്പടിച്ചിരുന്ന സ്ഥലമുണ്ട് ബലദിൽ. അന്ന് അവർ പ്രാർത്ഥനയ്ക്കായി ആശ്രയിച്ചിരുന്ന പള്ളി മസ്ജിദുൽ ഹുനൂദ് അഥവാ ഇന്ത്യൻ പള്ളി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇന്നത് മസ്ജിദ് അബൂബക്കർ എന്ന പേരിൽ അറിയപ്പെടുന്നുവെങ്കിലും ആ ചുവരുകളിൽ ഇപ്പോഴും പഴയ തീർത്ഥാടകരുടെ സ്മരണകളുണ്ട്. ചരിത്രം മാത്രമല്ല, വർത്തമാനകാലത്തെ ബോളിവുഡ് വിസ്മയങ്ങളും ബലദിനെ പ്രിയപ്പെട്ടതാക്കുന്നു. സൂപ്പർ താരം ഷാറൂഖ് ഖാൻ അഭിനയിച്ച ഡങ്കി എന്ന സിനിമയിലെ ചില രംഗങ്ങൾ ചിത്രീകരിച്ചത് ഇവിടുത്തെ പുരാതന കെട്ടിടങ്ങളുടെ പശ്ചാത്തലത്തിലാണ്. നൂറ്റാണ്ടുകളുടെ പാരമ്പര്യവും ആധുനിക സിനിമയുടെ തിളക്കവും ഒത്തുചേരുന്ന ബലദ് ഓരോ ഇന്ത്യക്കാരനും അഭിമാനത്തോടെ സന്ദർശിക്കാവുന്ന ഒരിടമായി ഇന്നും നിലകൊള്ളുന്നു. നൂറ്റാണ്ടുകളുടെ ചരിത്രവും പഴമയുടെ പ്രൗഢിയും ഒട്ടും ചോരാതെ കാത്തുസൂക്ഷിക്കുന്നു ഈ നഗരം. സൗദിയുടെ ചരിത്രത്തിലേക്കുള്ള ഒരു തുറന്ന പുസ്തകമാണ് ഈ പ്രദേശം. ജിദ്ദയിൽ നിന്നും ജലീൽ കണ്ണമംഗലം, 24. മക്കയിൽ ഉംറ തീർത്ഥാടകർക്കും നമസ്കാരത്തിനെത്തുന്നവർക്കും പുതിയ മാർഗനിർദ്ദേശങ്ങളുമായി അധികൃതർ. മസ്ജിദുൽ ഹറമിൽ തിരക്ക് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഹറം അതിർത്തിക്കുള്ളിലെ സമീപത്തുള്ള മറ്റ് പള്ളികൾ പ്രയോജനപ്പെടുത്തണമെന്ന് ഹജ്ജ് ഉംറ മന്ത്രാലയം നിർദ്ദേശിച്ചു. പള്ളികളിലെ ഏകാഗ്രത നിലനിർത്താൻ ചെറിയ കുട്ടികളെ കൊണ്ടുവരുന്നത് ഒഴിവാക്കണമെന്നും തറാവീഹ് നമസ്കാരത്തിൽ മിതത്വം പാലിക്കണമെന്നും ഇസ്ലാമിക കാര്യ മന്ത്രാലയവും നിർദ്ദേശിച്ചു. വിശുദ്ധ റമദാൻ മാസത്തിൽ മക്കയിലെത്തുന്ന വിശ്വാസികൾക്കായി 2 പ്രധാന മന്ത്രാലയങ്ങളാണ് പുതിയ നിർദ്ദേശങ്ങൾ പുറത്തിറക്കിയത്. മസ്ജിദുൽ ഹറാമിൽ തിരക്ക് അനുഭവപ്പെടുമ്പോൾ തീർത്ഥാടകർക്ക് തങ്ങൾക്ക് ഏറ്റവും അടുത്തുള്ള പള്ളികൾ നമസ്കാരത്തിനായി തിരഞ്ഞെടുക്കാമെന്ന് ഹജ്ജ് ഉംറ മന്ത്രാലയം വ്യക്തമാക്കി. ഹറം അതിർത്തിക്കുള്ളിലെ ഏത് പള്ളിയിൽ നമസ്കരിച്ചാലും മസ്ജിദുൽ ഹറാമിൽ ലഭിക്കുന്ന അത്രയും വലിയ പ്രതിഫലം തന്നെ ലഭിക്കുമെന്ന് മന്ത്രാലയം വിശ്വാസികളെ ഓർമ്മിപ്പിച്ചു. അതേസമയം പള്ളികളിലെ ആരാധനാ സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ഇസ്ലാമിക കാര്യ മന്ത്രാലയവും കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകി. പള്ളിയുടെ പരിശുദ്ധി തിരിച്ചറിയാൻ കഴിയാത്ത ചെറിയ കുട്ടികളെ കൂടെ കൊണ്ടുവരുന്നത് ഒഴിവാക്കണമെന്ന് മന്ത്രാലയം വിശ്വാസികളോട് അഭ്യർത്ഥിച്ചു. കുട്ടികൾ കാരണമുണ്ടാകുന്ന ബഹളങ്ങൾ മറ്റുള്ളവരുടെ നമസ്കാരത്തിന്റെ ഏകാഗ്രതയെ ബാധിക്കുമെന്ന് മന്ത്രാലയം സൂചിപ്പിച്ചു. റമദാനിലെ പ്രത്യേക പ്രാർത്ഥനയായ തറാവീഹ് നമസ്കാരവുമായി ബന്ധപ്പെട്ട് ഇമാമുമാർക്കും നിർദ്ദേശമുണ്ട്.
പ്രാർത്ഥനകൾ ലളിതമാക്കണമെന്നും വിശ്വാസികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ നമസ്കാരം നിർവഹിക്കണമെന്നും മന്ത്രാലയം ആവശ്യപ്പെട്ടു. 24 ജിദ്ദ. ലോകത്തിലെ ഏറ്റവും മികച്ച ജീവിത സാഹചര്യമുള്ള രാജ്യങ്ങളിൽ 2ാം സ്ഥാനത്തെത്തി UAE. ഹെൻലി ആൻഡ് പാർട്ട്നേഴ്സ് പുറത്തിറക്കിയ ഗ്ലോബൽ റെസിഡൻസ് പ്രോഗ്രാം ഇൻഡെക്സിലാണ് UAEയുടെ നേട്ടം. പട്ടികയിൽ സൗദി അറേബ്യ 9ാം സ്ഥാനത്തെത്തി. ചരിത്രത്തിലാദ്യമായാണ് പട്ടികയിൽ UAE ആദ്യ 3 സ്ഥാനങ്ങളിൽ ഇടം പിടിക്കുന്നത്. കഴിഞ്ഞ വർഷം 5ാം സ്ഥാനത്തായിരുന്നു. ഇത്തവണ 72 പോയിന്റുകളോടെ 2ാമതെത്തി. ഈ സ്ഥാനത്തെത്തുന്ന ആദ്യ അറബ് രാജ്യവും UAE തന്നെയാണ്. മികച്ച ജീവിത നിലവാരമാണ് UAEയുടെ നേട്ടത്തിന് പിന്നിലെ പ്രധാന കാരണം. ഭയമില്ലാതെ ജീവിക്കാൻ കഴിയുന്ന അന്തരീക്ഷം, നികുതി, കാര്യക്ഷമത തുടങ്ങിയവയായിരുന്നു സർവേയുടെ മാനദണ്ഡം. ഗ്രീസാണ് ഹെൻലി ആൻഡ് പാർട്ട്നേഴ്സ് പുറത്തിറക്കിയ ഗ്ലോബൽ പ്രോഗ്രാം ഇൻഡെക്സിൽ 1ാം സ്ഥാനത്തുള്ളത്. സ്വിറ്റ്സർലൻഡും ഇറ്റലിയും UAEക്കൊപ്പം 2ാം സ്ഥാനം പങ്കിടുന്നുണ്ട്. ഏറ്റവും അധികം ആളുകൾ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളിൽ യൂറോപ്യൻ രാജ്യങ്ങൾ തന്നെയാണ് മുൻപന്തിയിലുള്ളത്. എന്നാൽ മറ്റു ഭൂഖണ്ഡങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് വലിയ വെല്ലുവിളി ഉയർത്തുന്നതായും റിപ്പോർട്ടിൽ പറയുന്നു. പട്ടികയിൽ 2ാമതുള്ള ഗൾഫ് രാജ്യമായ സൗദി അറേബ്യ ആകെ സ്ഥാനങ്ങളിൽ 9ാമതാണ്. നേരത്തെ ഏറ്റവും അധികം ആളുകൾ പേടികൂടാതെ താമസിക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിലും UAE മുന്നിലെത്തിയിരുന്നു. 24 ദുബായ്. ഇപ്പോൾ ലഭിക്കുന്ന ഒരു വാർത്തയിലേക്കാണ്. ആരോഗ്യമന്ത്രിക്കെതിരെ KSU. പരിയാരം മെഡിക്കൽ കോളേജിൽ മന്ത്രിക്കൊപ്പം നഴ്സുമാരുടെ ഫോട്ടോഷൂട്ട് എന്ന് KSU. ആശുപത്രികളിൽ പാലിക്കേണ്ട മര്യാദകൾ ലംഘിച്ചു എന്നാണ് വിമർശനം. മന്ത്രി ICU സംവിധാനം ദുരുപയോഗം ചെയ്തു എന്നും KSU ആരോപിക്കുന്നു. അതേസമയം മന്ത്രി വീണ ജോർജിനെ നാളെ ഡിസ്ചാർജ് ചെയ്യുമെന്നുള്ളൊരു വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. ഓൺലൈനായി ചേർന്ന മെഡിക്കൽ ബോർഡ് യോഗത്തിലാണ് തീരുമാനമായിരിക്കുന്നത്. മന്ത്രി അങ്ങോട്ട് ഡിസ്ചാർജ് ആവശ്യപ്പെട്ടു എന്ന് മനസ്സിലാക്കുന്നു. അജീഷ് ജയകുമാർ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. അജീഷ്, മന്ത്രിയെ നാളെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്ന കാര്യത്തിലൊക്കെ മെഡിക്കൽ ബോർഡ് തീരുമാനമെടുക്കുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നാളെ ഡിസ്ചാർജ് ഉണ്ടാകുമെന്നാണോ കരുതുന്നത്? വിവരങ്ങൾ എന്തൊക്കെയാണ്? നാളെ ഡിസ്ചാർജ് ചെയ്യുമെന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം. ഇന്ന് അടിയന്തരമായിട്ട് മെഡിക്കൽ ബോർഡ് ഓൺലൈനായി യോഗം ചേർന്നിരുന്നു. മന്ത്രിയുടെ ആരോഗ്യനില വിലയിരുത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ മെച്ചപ്പെട്ടു, കഴുത്തിലെ പ്രശ്നങ്ങൾ കൂടുതൽ മെച്ചപ്പെട്ട നിലയിൽ എത്തി എന്ന് വിലയിരുത്തപ്പെട്ടത്. അതിനെ തുടർന്നാണ് മന്ത്രിയെ തിരുവനന്തപുരത്തേക്ക് മാറ്റാൻ തീരുമാനിച്ചത്. ഇന്ന് ഉച്ചയ്ക്ക് ചേർന്ന മെഡിക്കൽ ബോർഡ് യോഗത്തിൽ മന്ത്രിക്ക് യാത്ര ചെയ്യാൻ പ്രയാസം ഉണ്ടാകുമെന്ന് വിലയിരുത്തിയതുകൊണ്ടാണ് ഇന്ന് ഒരു ദിവസം കൂടി പരിയാരം മെഡിക്കൽ കോളേജിൽ ICUവിൽ തുടരാൻ തീരുമാനിച്ചത്. അതിനുശേഷം നാളെ മന്ത്രി തന്നെ ആവശ്യപ്പെടുകയായിരുന്നു ഡിസ്ചാർജ് ചെയ്യാൻ. അതിന്റെ അടിസ്ഥാനത്തിലാണ് നാളെ ഡിസ്ചാർജ് ചെയ്യാൻ തീരുമാനിച്ചത്. തിരുവനന്തപുരത്തേക്കായിരിക്കും ഇനി മാറ്റുക, അവിടെയായിരിക്കും തുടർ ചികിത്സ നടത്തുക എന്ന. അതിനിടയിൽ ഈ KSU മന്ത്രിക്കെതിരെയും അവിടുത്തെ സ്റ്റാഫുകൾക്കെതിരെയും രംഗത്തെത്തിയിട്ടുണ്ട്. ഈ മന്ത്രിയും ചിരിച്ചുകൊണ്ടിരിക്കുന്ന മന്ത്രിയൊപ്പം തന്നെ അതിന്റെ കൂടെ നിൽക്കുന്ന ചില സ്റ്റാഫുകളുടെയും ഫോട്ടോ പങ്കുവെച്ചുകൊണ്ടാണ് KSUവിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഫർഹാൻ മുണ്ടേരി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചിട്ടുള്ളത്. അർഹതപ്പെട്ട ഒരുപാട് പേർക്ക് കിട്ടേണ്ട ഒരു ബെഡാണ് മന്ത്രി കയ്യേറിയിരിക്കുന്നത്. അവിടെ മന്ത്രി രോഗമൊന്നുമില്ലാതെ ചികിത്സ തേടിയിരിക്കുന്നു എന്നൊരു ആരോപണമാണ് KSU ഉന്നയിച്ചിരിക്കുന്നത്. അവിടെ മന്ത്രി നഴ്സുമാരോടൊപ്പം ചിരിച്ച് ഉല്ലസിച്ച് ഫോട്ടോയ്ക്ക് സെൽഫി എടുക്കുന്നു എന്നുള്ളൊരു ആരോപണവും വിമർശനവുമാണ് KSU ഇപ്പോൾ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പങ്കുവച്ചിരിക്കുന്നത്. ശരി, അജീഷ് ജയകുമാറാണ് വിവരങ്ങൾ നൽകിയത് കണ്ണൂരിൽ നിന്ന്. പ്രതിരോധമടക്കമുള്ള വിവിധ മേഖലകളിൽ ധാരണാപത്രങ്ങളിൽ ഒപ്പുവെച്ച ഇന്ത്യയും ഇസ്രായേലും. വ്യാപാര കരാറിന് ഉടൻ അന്തിമരൂപം നൽകാനും തീരുമാനമായി. ഭീകരവാദത്തിനെതിരെ ഇരു രാജ്യങ്ങളും ഒരുമിച്ച് പോരാടുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ബെഞ്ചമിൻ നെതന്യാഹുവുമായുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചർച്ചയ്ക്ക് പിന്നാലെയാണ് പ്രതിരോധം, സാങ്കേതികവിദ്യ ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ സഹകരണം ശക്തമാക്കാൻ തീരുമാനിച്ചത്. AI, സൈബർ സുരക്ഷ, കൃഷി, വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിൽ സഹകരണത്തിന് ധാരണാപത്രം കൈമാറി. മോദിയുടേത് ഹ്രസ്വമെങ്കിലും അസാധാരണമാം വിധം ഗുണം ചെയ്ത സന്ദർശനമെന്ന് നെതന്യാഹു. The future belongs to those who innovate, and Israel and India are bent on innovation. We are proud ancient civilizations, very proud of our past, but absolutely determined to seize the future, and we can do it better together. ഭീകരവാദത്തിനെതിരെ ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകുമെന്ന പ്രഖ്യാപനവും നരേന്ദ്രമോദി ഇസ്രയേലിൽ നടത്തി. भारत और इजरायल पूरी तरह से स्पष्ट है कि आतंकवाद का दुनिया में कोई स्थान नहीं है. किसी भी रूप में
किसी भी अभिव्यक्ति में आतंकवाद को स्वीकार नहीं किया जा सकता. അതേസമയം പ്രധാനമന്ത്രിയുടെ ഇസ്രയേൽ സന്ദർശനത്തിനെതിരെ കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ വിമർശനവും തുടരുകയാണ്. 24 ഡൽഹി. പശ്ചിമേഷ്യയിൽ യുദ്ധഭീതി നിലനിൽക്കെ ഉടൻ ആണവ കരാറിലെത്തുമെന്ന പ്രതികരണവുമായി ഇറാൻ. ജനീവയിൽ ഇറാൻ അമേരിക്ക ആണവ ചർച്ചകൾക്കിടെയാണ് ഇറാൻ പരമോന്നത നേതാവിന്റെ ഉപദേഷ്ടാവിന്റെ പ്രതികരണം. ഇതിനിടെ അമേരിക്കയുടെ രണ്ടാം യുദ്ധക്കപ്പൽ USS ജെറാൾഡ് ആഫോർഡ് പശ്ചിമേഷ്യയിലേക്ക് അടുക്കുകയാണ്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള മൂന്നാം ഘട്ട ആണവ ചർച്ചയ്ക്കാണ് ഒമാന്റെ മധ്യസ്ഥതയിൽ ഇന്ന് ജനീവയിൽ തുടക്കമായത്. ട്രംപിന്റെ പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫിനും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിക്കും പുറമെ രാജ്യാന്തര അറ്റോമിക് എനർജി ഏജൻസി മേധാവി റാഫേൽ ഗ്രോസിയും മൂന്നാം ഘട്ട ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. That threaten the United States and our bases in the region and our partners in the region and all of our bases in the UAE, Qatar, in Bahrain, and they also possess naval assets that threaten shipping and try to threaten the U.S. Navy. So I want everyone to understand that beyond just the nuclear program, they possess these conventional weapons that are solely designed to attack America and attack Americans if they so choose to do so. അതിനിടെ അമേരിക്കയുമായുള്ള ആണവ കരാർ ഉടൻ സാധ്യമാകുമെന്ന് വ്യക്തമാക്കി ഇറാൻ രംഗത്തെത്തി. പരമോന്നത നേതാവ് ആയത്തുള്ള ഖമേനിയുടെ മുഖ്യ ഉപദേഷ്ടാവ് അലി ഷംഖാനിയാണ് കരാർ ഉടൻ സാധ്യമാകുമെന്ന് അറിയിച്ചത്. ആണവായുധങ്ങൾ നിർമ്മിക്കുന്നത് തടയുകയാണ് ലക്ഷ്യമെങ്കിൽ ഉടൻ കരാറിലെത്താൻ ഇറാന് സാധിക്കുമെന്നും അലി ഷംഖാനി അറിയിച്ചു. ആണവ കരാറിലെത്തിയില്ലെങ്കിൽ ഇറാനെ ആക്രമിക്കുമെന്നാണ് അമേരിക്കയുടെ ഭീഷണി. അതേസമയം അമേരിക്കയുടെ രണ്ടാം യുദ്ധക്കപ്പൽ USS ജെറാൾഡ് ഫോർട്ട് ഗ്രീസ് പിന്നിട്ട് പശ്ചിമേഷ്യയിലേക്ക് നീങ്ങുകയാണ്. 2023 ഇറാഖ് അധിനിവേശത്തിന് ശേഷം പശ്ചിമേഷ്യയിൽ നടക്കുന്ന ഏറ്റവും വലിയ സൈനിക വിന്യാസമാണ് അമേരിക്ക മേഖലയിൽ നടത്തുന്നത്. അമേരിക്ക ആക്രമിച്ചാൽ ശക്തമായ തിരിച്ചടി നൽകുമെന്നാണ് ഇറാന്റെ മുന്നറിയിപ്പ്. റിസർച്ച് ഡെസ്ക് 24. തൃശൂരിലെ പ്രശസ്തമായ രാഗം തിയേറ്റർ മൾട്ടി സ്റ്റേറ്റ് ഹൌസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റിയായ BLM ഗ്രൂപ്പ് ഏറ്റെടുത്തു. BLM ചെയർമാൻ R. പ്രേംകുമാർ ഉദ്ഘാടനം ചെയ്തു. തേക്കിൻകാട് മൈതാനത്ത് നടന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ, BLM പ്രസിഡന്റ് N. കരുണാമൂർത്തി തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. തിയേറ്റർ നടത്തിപ്പ് ചുമതല AK സുനിലിന് തന്നെയാണ് നൽകിയിട്ടുള്ളത്. ഇപ്പോൾ കിട്ടിയ ഒരു വാർത്താ അപ്ഡേറ്റിലേക്കാണ്. വിവാദ ചിത്രം കേരള സ്റ്റോറി 2വിന്റെ റിലീസ് തടഞ്ഞ ഹൈക്കോടതി വിധിക്കെതിരെ നിർമ്മാതാക്കൾ നൽകിയ അപ്പീലിൽ വിധി നാളെ. കേരളത്തെ അപമാനിക്കുന്നില്ല എന്നും സാമൂഹിക തിന്മയെ തുറന്നുകാട്ടുന്ന സിനിമയെന്നും നിർമ്മാതാക്കൾ ഡിവിഷൻ ബെഞ്ചിന് മുമ്പാകെ വാദിച്ചു. അടിയന്തരവാദം കേട്ട ഡിവിഷൻ ബെഞ്ച് അപ്പീൽ വിധി പറയാൻ നാളത്തേക്ക് മാറ്റുകയായിരുന്നു. സിനിമ മതസൌഹാർദ്ദത്തിന് ഭീഷണി എന്ന നിരീക്ഷണത്തോടെയാണ് സിംഗിൾ ബെഞ്ച് റിലീസ് തടഞ്ഞത്. 2 ആഴ്ചത്തേക്കായിരുന്നു സ്റ്റേ. താൻ ഭയക്കുന്നത് പാർട്ടിയെ മാത്രമാണെന്നും വിയോജിക്കുന്നവരോട് തനിക്ക് വിദ്വേഷമില്ല എന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇതുവരെയുള്ള ജീവിതത്തിൽ തെറ്റായ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. എതിരെ വരുന്ന വാർത്തകൾ തന്നെ ബാധിക്കാറില്ലെന്നും കടുപ്പക്കാരൻ എന്ന വിശേഷണം ബ്രാൻഡ് ചെയ്യപ്പെട്ടതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കണ്ടും മിണ്ടിയും ഇരുവർ സംഭാഷണത്തിൽ മോഹൻലാലിനോടാണ് മുഖ്യമന്ത്രി മനസ്സു തുറന്നത്. തെറ്റുകൾ നമ്മൾ ചെയ്യരുത്. എൻ്റെ പൂർണ്ണമായ വിശ്വാസം ഇതേവരെയുള്ള എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു തെറ്റ് ഞാൻ ചെയ്തു എന്ന് എനിക്ക് ബോധ്യമില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനുണ്ട്. ഞാൻ പ്രതിദാനം ചെയ്യുന്ന പാർട്ടിയോടുള്ള എതിർപ്പിൻ്റെ ഭാഗമായി അത് എന്നിലൂടെ പ്രകടിപ്പിക്കുന്നത് മാത്രമേ ഉള്ളൂ എന്ന നിലക്കാണ് ഞാനത് കാണാറ്. ഈ എതിർപ്പ് ഉയർത്തുന്നവരോടും ഒരു തരത്തിലുള്ള ഈർഷ്യയോ വിദ്വേഷമോ എനക്കൊട്ടുണ്ടാകാറുമില്ല. അവരവരെ രീതി സ്വീകരിക്കുന്നു എന്ന് മാത്രമേ കാണാറുള്ളൂ. ലോകകപ്പ് മർദ്ദനങ്ങളോട് ഒരു തരത്തിലും യോജിക്കാനാകില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തന്നെ തകർക്കാൻ ശ്രമമുണ്ടായി എന്ന് മുഖ്യമന്ത്രി വെളിപ്പെടുത്തി. മക്കളെ തട്ടിക്കൊണ്ടുപോകാൻ പദ്ധതിയിട്ടെന്നും മുഖ്യമന്ത്രി. ലോകകപ്പിലുള്ള മർദ്ദനത്തോട് ഒരു ദയയും കാണിക്കാറില്ല. അത്തരം ഉദ്യോഗസ്ഥരോട് കടുത്ത സമീപനം സ്വീകരിക്കുന്ന നിലയാണ് സ്വീകരിച്ചു പോകാറ്. മക്കളെ നേരെ ഒരു നോട്ടോട്ടിട്ടുണ്ട്. ആളെ പേര് പറയുന്നുണ്ട്. അത് തട്ടിക്കൊണ്ടുപോകാനാണ്. പൊതുവിൽ ഞാൻ പാർട്ടിക്ക് കീഴ്പ്പെട്ടു പോകുന്ന ഒരാളാണ്. പാർട്ടി ആഗ്രഹിക്കുന്ന പൊതുവായ നിലപാടുകളുണ്ട്. ആ നിലപാടുകളിൽ അണുകിട വ്യത്യാസം വരരുതെന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. അതിനെ ഭയന്ന് ഞാൻ ജീവിക്കുകയാണ്. അങ്ങനെയൊരു ഭയമുണ്ട് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. മോഹൻലാലുമായുള്ള അഭിമുഖത്തിൽ ഇഷ്ടങ്ങളും വിനോദങ്ങളും മുഖ്യമന്ത്രി പങ്കുവച്ചു. രജനീകാന്തിന്റെ സിനിമ ഒരു കാലത്ത് ഇഷ്ടം നിറഞ്ഞതായിരുന്നു. അമൃതം കമയ സിനിമയിലെ മോഹൻലാലിന്റെ കഥാപാത്രവും മുഖ്യമന്ത്രി എടുത്തു പറഞ്ഞു. ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഇടം തന്റെ വീടാണെന്നും മുഖ്യമന്ത്രി. TV-കളിൽ സിനിമകൾ ഇങ്ങനെ വരുന്ന കാലത്ത് KTV
അപ്പോൾ ആ കാലത്ത് അതിൽ ധാരാളം രജനി പടങ്ങൾ വരാറുണ്ട്. അതും ആക്ഷൻ സിനിമകൾ. ആക്ഷൻ പടങ്ങൾ പൊതുവിൽ ഞാൻ ആക്ഷൻ പടങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അങ്ങയുടെ ആക്ഷൻ പടങ്ങൾ ഞാൻ ധാരാളം കണ്ടിട്ടുണ്ട്. എല്ലാവരുടെയും നിങ്ങളുമായിട്ടെല്ലാമുള്ള സൗഹൃദം കാത്തു സൂക്ഷിക്കുമ്പോൾ തന്നെ ഈ പടങ്ങളോടൊരു പ്രത്യേകത എനിക്ക് തോന്നിയിരുന്നു, പുള്ളിയുടെ ഒരു രീതികളോട്. അതെ, സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു കഥാപാത്രം അങ്ങയുടെ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. ഒരു മെഡിക്കൽ വിദ്യാർത്ഥിയായിട്ട് ചേർന്നിട്ട് ആ മെഡിക്കൽ വിദ്യാർത്ഥി റാഗിങ്ങിന് നേതൃത്വം കൊടുത്ത് അമൃതം ഗമയ MT എഴുതിയത് അല്ലേ? ഹരിഹരൻ. അതെ, ഹരിഹരൻ. ആഗോള മലയാളികളുടെ കൂട്ടായ്മ ലക്ഷ്യമിട്ടുള്ള 24 മില്യൺ മലയാളി ക്ലബിൽ അണിനിരന്ന മലയാളികൾ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് 10,000-കണക്കിന് മലയാളികളാണ് MMCയുടെ ഭാഗമായത്. മില്യൺ മലയാളി ക്ലബ് ആപ്പിന് മന്ത്രിമാർ ഉൾപ്പെടെ നിരവധി പേർ ആശംസകൾ നേർന്നു. ഒറ്റപ്പെടലിന്റെയും നിസ്സഹായ അവസ്ഥയുടെയും ആശങ്കകൾ ലോകത്ത് ഒരു മലയാളിയെയും അലട്ടരുതെന്ന് ലക്ഷ്യമിട്ടാണ് മില്യൺ മലയാളി ക്ലബ് ആപ്പിന്റെ പ്രവർത്തനം. പരസ്പരം സഹായിക്കാനും ഉപദേശങ്ങൾ തേടാനുമെല്ലാം ആപ്ലിക്കേഷൻ വഴിയൊരുക്കും. ഇതിനോടകം തന്നെ മില്യൺ മലയാളി ക്ലബ് ആപ്പിന്റെ ഭാഗമായത് 10,000-കണക്കിന് ആളുകളാണ്, അതും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്. MMCയുടെ ഭാഗമായവർ അവരുടെ സന്തോഷം പങ്കുവെക്കുന്നത് ഇങ്ങനെ. ഇപ്പം ഞാൻ മനസ്സിലാക്കിയത് എന്താ വെച്ചാൽ നല്ലൊരു ആപ്പായിട്ടായിരിക്കും. കാരണം വെച്ചാൽ എന്ത് ഇൻസിഡൻസ് ആണെങ്കിലും നമുക്ക് പെട്ടെന്ന് പബ്ലിക്കിൽ അറിയിക്കാനുള്ള നല്ലൊരു യൂസ്ഫുൾ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഇന്നലെയാണ് ഞാൻ ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തത്. നല്ല ആപ്പാണ്, മെസ്സേജ് അയക്കാനും എല്ലാത്തിനും നല്ലൊരു ബോധവൽക്കരണം കിട്ടിയ ആപ്പാണ്. ഒരുപാട് ഗുണങ്ങളുണ്ട് ഈ MMC ആപ്പ് മുതൽ. ഞാനത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ബ്ലഡ് ഡൊണേഷൻ പോലുള്ള ഒരുപാട് നല്ല കാര്യങ്ങൾ അതിനകത്ത് ചെയ്യുന്നുണ്ട്. ഒരുപാട് നല്ലൊരു ആപ്പാണ്. താങ്ക് യു 24. മലയാളി മില്യൺ ക്ലബ്ബ് MMC എന്ന് പറയുന്ന ഒരു ആപ്പാണ്. ആപ്പ് ഞാനിപ്പോൾ ഡൗൺലോഡ് ചെയ്തു. ഞാനിപ്പോൾ അത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആപ്പിന് ആശംസകൾ അറിയിച്ച് മന്ത്രി PA മുഹമ്മദ് റിയാസ്. ബഹുമാനപ്പെട്ട ശ്രീകണ്ഠൻ നായരുടെ നേതൃത്വത്തിലുള്ള ഫ്ലവേഴ്സിൻ്റെ MMCക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ്. മനുഷ്യരെ ഒന്നിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നമ്മളൊക്കെ ജീവിക്കുമ്പോൾ എല്ലാവരും ഒരുപോലെ കാണാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഒരു മനുഷ്യന് മനസ്സിനെ ഏറ്റവും ഉയർന്ന പദവിയിലെത്തിക്കാൻ വേണ്ടി സാധിക്കുക. ആ നിലയിലേക്ക് പ്രവർത്തിക്കുന്ന ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകൾ ഒരിക്കൽ കൂടി നേരുകയാണ്. വിവിധ മേഖലകളിൽ നിന്നുള്ള വിദഗ്ധരുടെ സഹായം ആപ്പിലൂടെ ലഭ്യമാകും. ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും ആപ്ലിക്കേഷൻ ലഭ്യമാണ്. 24 കൊച്ചി. റിപ്പോർട്ടോടെ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. ശുഭരാത്രി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.